നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഓട്ടോ സ്റ്റാൻഡുകളിൽ തണൽ മരങ്ങൾ നട്ടുവളർത്തി ഓട്ടോ തൊഴിലാളികൾ ആഗോള താപനത്തെ ചെറുക്കുന്നു. പശ്ചിമഘട്ട ജൈവ വൈവിധ്യ മേഖല സൃഷ്ടിച്ചത് പക്ഷികളാണെങ്കിൽ നഗരങ്ങളിൽ ജൈവ വൈവിധ്യം ഒരുക്കുകയാണ് ഈ ഓട്ടോ സ്റ്റാൻഡുകൾ. നമ്മുടെ ഇന്ത്യൻ ബദാം എന്ന് വിളിക്കുന്ന തല്ലിത്തേങ്ങയാണ് നമ്മുടെ ഈ ഓട്ടോ സ്റ്റാൻഡുകളോടൊപ്പം ഇന്ന് തഴച്ചു വളരുന്നത്. നമ്മുടെ ഇന്ന് കേരളത്തിലെ ഏത് നഗരങ്ങളിൽ ചെന്നാലും, പ്രത്യേകിച്ച് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഏതൊരു ഓട്ടോറിക്ഷ യൂണിറ്റ് ചെന്നാലും നമുക്കിങ്ങനെ തണൽ മരങ്ങളായി നിൽക്കുന്നത് തല്ലിത്തേങ്ങയാണ്. ഈ പ്രിയപ്പെട്ട ഈ പരിസ്ഥിതി സ്നേഹികളായ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇതെല്ലാം വെച്ച് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ അടുത്തുള്ള കൊച്ചുപിലാമൂട് ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മതേതര വിശ്വാസികളായ ആ മനുഷ്യരാണ് എപ്പോഴും ഒന്നിച്ചിരുന്ന് ഇങ്ങനത്തെ സൽപ്രവർത്തികൾ ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കൊല്ലം ജില്ലയിൽ നൂറുകണക്കിന് ഓട്ടോ സ്റ്റാൻഡുകൾ നിലവിലുണ്ട്. എവിടെ ചെന്നാലും ഇന്ത്യൻ ബദാം എന്നറിയപ്പെടുന്ന തല്ലിത്തേങ്ങ വിളയുന്ന തല്ലിമരവും മാത്രമല്ല പഞ്ചാരപ്പഴമരവും കാണാം. അവ നൽകുന്ന തണൽ AC-യെ കടത്തിവെട്ടും. ചൂട് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനിയുള്ള കാലഘട്ടത്തിൽ ആ ചൂടുണ്ടല്ലോ, നമുക്ക് താങ്ങാൻ കഴിയത്തില്ല. അപ്പം ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്ക് വന്ന് കുറച്ച് നേരം നിൽക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ മാത്രമല്ല വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുന്നതാണല്ലോ ഈ തണൽ മരങ്ങൾ എന്ന് പറയുന്നത്. അതാണല്ലേ മെയിൻ. സ്വയം എല്ലാം ഇതിനകത്ത് കിട്ടുന്നില്ലയോ. തണലാകും, ആൾക്കാർക്ക് വന്ന് നിൽക്കുകയും ചെയ്യാം, യാത്രക്കാർക്ക് വണ്ടി ഓടിക്കാൻ സുഖമാണ്. അങ്ങനെയാണ്. പിന്നെ കിളികളുണ്ട്, രാത്രിയാകുമ്പോൾ കിളികൾ വരും. എൻ്റെ ഒരു ചലനങ്ങളെല്ലാം നമുക്കൊരു പ്രത്യേക ചെയ്യാൻ പറ്റും. ഓട്ടോ ബ്രാൻഡ് തണൽ മരങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതും ഓട്ടോ തൊഴിലാളികൾ. കൊല്ലം സിറ്റിയുടെ ഒരു ഹൃദയഭാഗമാണ്. ഈ ഹൃദയഭാഗത്ത് നിന്ന് പല കടകളിലും അവിടെയും പല സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഓരോ സ്ഥാപനത്തിൽ വരുന്ന പ്രായമുള്ള മനുഷ്യർ ഈ മരത്തിൻ്റെ താഴോട്ട് വന്ന് നിന്നിട്ട് എന്തൊരാശ്വാസം. ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ടെങ്കിൽ അവിടെ ഒരു തണൽ മരം കണ്ടിരിക്കും. അത് നമുക്ക് മാത്രമല്ല, ഓട്ടോറിക്ഷക്കാർക്ക് മാത്രമല്ല, പൊതുജനങ്ങൾക്കും അതൊരു ഉപകാരമാണ്. അവത്തങ്ങൾ ഈ പെരുവയിലത്ത് നിൽക്കുമ്പോൾ അവത്തങ്ങൾക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വിശ്രമിക്കാനും വന്ന് ഇരിക്കാനൊരു സന്തോഷമേ. നിത്യഹരിത തണൽ മരങ്ങൾ തണൽ മാത്രമല്ല നൽകുന്നത്, മനുഷ്യനിർമ്മിതമായ വായുമലിനീകരണം തടയുകയും പക്ഷി മൃഗാദികൾക്ക് അന്നവും ഊട്ടും. ഈ തിരിച്ചറിവാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ വൃക്ഷത്തൈ നടാൻ പ്രേരിപ്പിച്ചത്. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ചിലരെങ്കിലും പലപ്പോഴും പരിഹസിക്കുകയും തള്ളിപ്പറയാറുമുണ്ട്. പക്ഷേ അവർ നഗരങ്ങളിൽ വനം സൃഷ്ടിക്കുന്ന വനപാലകരെന്ന് ആരും തിരിച്ചറിയുന്നില്ല, ആദരിക്കപ്പെടുന്നുമില്ല. കൊല്ലം ജില്ലയിൽ എവിടെ പോയാലും ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവിടെ തണൽ മരങ്ങളും കാണും. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചൊരു തണൽ വൃക്ഷം മാത്രമല്ല, ഈ പരിസ്ഥിതിക്കുള്ളൊരു കുട കൂടിയാണ്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.